എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. നമ്മൾ സാധാരണ അരി അരച്ചിട്ട് ഉണ്ണിയപ്പം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് നമ്മൾ അരിപ്പൊടിയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാക്കറ്റിൽ കിട്ടുന്ന വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അധികം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. അതുപോലെ തന്നെ നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ഉണ്ണിയപ്പം പോലെ തന്നെ ഇത് വളരെ സോഫ്റ്റാണ്, കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ 2 ദിവസം വരെയൊക്കെ കേടുകൂടാതെ സോഫ്റ്റായിട്ടിരിക്കുന്ന നല്ലൊരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് ഇത് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അലിയുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പാത്രത്തിലേക്കൊന്ന് എടുത്ത് വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പാക്കറ്റിൽ വാങ്ങുന്ന അരിപ്പൊടിയാണ്, അപ്പം ഇടിയപ്പം പൊടി എന്ന് പറഞ്ഞ് വാങ്ങാനായിട്ട് കിട്ടും, അതാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വേണമെങ്കിൽ പുട്ടുപൊടിയും ചേർത്ത് കൊടുക്കാമെന്നാണ്, എങ്കിലും ഇത് ചേർക്കുമ്പോഴാണ് നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ml സ്പൂണാണത്. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വരുന്നത്. ഇനി ഇതിലേക്ക് 2-3 ഏലക്ക ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ജീരകപ്പൊടി ചുക്കൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷേ ഏലക്കപ്പൊടിക്കാണ് നല്ലൊരു ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാളയംകോടൻ പഴം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കദളിപ്പഴം, നിങ്ങളുടെ കയ്യിൽ ഏത് പഴമാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഈ ഒരു പഴം മാത്രമാണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള പഴം തന്നെയാണ്, ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലൊരു പഴം തന്നെയാണിത്. ഇതിനൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഈ ഉടച്ച പഴം നമ്മളിനി ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കൈ വെച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര തണുത്ത് വന്നിട്ടുണ്ട്. അതിന് ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കൊന്ന് അളന്ന് നോക്കാം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ഒരു 1/4 കപ്പ് ശർക്കര പാനിയുണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു മാവ് ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്, കുറച്ച് കട്ടിയിലാണ് ഈ ഒരു മാവ് വേണ്ടത്. നമ്മുടെ ഇഡ്ഡലി മാവിനെക്കാട്ടിലും കുറച്ചുകൂടെ കട്ടി പരുവത്തിലാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല കട്ടിയായിട്ടാണുള്ളത്. ഞാനിതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നല്ല ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കുഴിയിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഉണ്ണിയപ്പം ആക്കി എടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പത്തിനുള്ള മാവ് ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ കുറേശ്ശെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വലിയ ഉണ്ണിയപ്പമാണെങ്കിൽ നിറയെ ഒഴിക്കുക. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇത് കുറച്ചൊന്ന് വലുതാകും, അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലിയ ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് 2 സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു പപ്പടം കുത്തിയോ വെച്ചിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ പകുതി വേവാകുമ്പോൾ 2 സൈഡും മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ സൈഡും ഒരേപോലെ സെയിം കളറിലാകുന്ന രീതിയിൽ നന്നായിട്ട് ഇത് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം 2 സൈഡും നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു കിച്ചൺ ടിഷ്യൂവിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പം മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അധികം എണ്ണയൊന്നും ഇത് കുടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം, എണ്ണ നമ്മൾ ആദ്യം ഒഴിച്ചത് തന്നെ ഇതിൽ ഉണ്ട്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും വെച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം ആക്കിയെടുക്കാം. പിന്നെ ഈ ഒരു അളവിൽ ഞാനിവിടെ 24 ഉണ്ണിയപ്പമാണ്
ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ വലിയ ഉണ്ണിയപ്പം ആയതുകൊണ്ട് 24, ഇനി ചെറിയ സൈസിലുള്ളതാണെങ്കിൽ 30 വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഉണ്ണിയപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ മക്കൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്